ഒരു കാലഘട്ടത്തിൽ കരിങ്കല്ലിൽ വിസ്മയശില്പങ്ങൾ തീർത്തിരുന്ന ശില്പികൾ പരമ്പരാഗത തൊഴിൽ മേഖല ഉപേക്ഷിച്ച് പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടുന്നു. തൊഴിൽ സംരക്ഷണ പദ്ധതികളോ ക്ഷേമ പെൻഷനുകളോ ലഭിക്കാത്ത സാഹചര്യത്തിലാണ് ഇവരുടെ കൂടുമാറ്റം. 150 വർഷങ്ങൾക്കുമപ്പുറം കുന്നത്തുനാട്ടിൽ നിന്നും കോതമംഗലത്തേക്ക് കുടിയേറി പാർത്ത വിശ്വകർമ്മ സമുദായത്തിൽപ്പെട്ടവരാണ് പരമ്പരാഗത തൊഴിൽ മേഖലകൾ ഉപേക്ഷിക്കുന്നത്. ഇരുമ്പ് പണി പ്രധാന തൊഴിലായി സ്വീകരിച്ചിരുന്നവർ പിന്നീട് ശില്പനിർമ്മാണത്തിലേക്കും പാരമ്പര്യ വൈദ്യരംഗത്തേക്കും വഴിമാറുകയായിരുന്നു. കേരളത്തിൽ പല സ്ഥലങ്ങളിലും സ്ഥാപിച്ചിരിക്കുന്ന കൽക്കുരിശുകൾ, കല്ലുവിളക്കുകൾ, ശില്പങ്ങൾ തുടങ്ങിയവ കൊത്തുപണിയിലും ശില്പനിർമ്മാണങ്ങളിലുമുള്ള ഇവരുടെ വൈദഗ്ധ്യം വെളിവാക്കുന്നതാണ്. ഇതിനു പുറമെ അമ്മയും ഉരകല്ലും ആട്ടുകല്ലുമെല്ലാം നിർമ്മിച്ചിരുന്ന ഇവർക്ക് ആവശ്യക്കാരില്ലാതായതോടെ ഈ രംഗം വിട്ടൊഴിയേണ്ടി വന്നു. വിവിധയിടങ്ങളിലായി 300-ൽ പരം വിഗ്രഹങ്ങളും ശില്പങ്ങളും നിർമ്മിച്ചു നൽകിയ ശില്പിയും പാരമ്പര്യ വൈദ്യനുമായ ബലഭദ്രൻ ഗുരുക്കൾ ഇതിൽ ഒടുവിലത്തെ ഉദാഹരണമാണ്. ശർമ്മയിൽ 5 ഗോത്രത്തിൽ മനുമായ തൊട്ട ശില്പി വിശ്വജ്ഞ എന്ന് പറഞ്ഞ 5 ഗോത്രക്കാരാണ്. അതിൽ ആ ഗോത്രത്തിൽ ആർക്കും ഇതുവരെ ഒരു ആനുകൂല്യം കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ സ്വർണ്ണപ്പണിക്കാർക്ക് 400 രൂപ വെച്ച് ഈ പ്രാവശ്യം കൊടുത്തിട്ടുണ്ട്. അതല്ലാതെ ഒരു ആനുകൂല്യം കിട്ടിയിട്ടില്ല. പരമ്പരാഗത തൊഴിൽ നിലനിർത്താൻ തൽപരരായ ചില ചെറുപ്പക്കാർ വിരിക്കല്ല്, സർവേക്കല്ല്, മീസാങ്കല്ലുകൾ തുടങ്ങി വീടുകളിലെ കൊത്തുപണികളും ചെയ്തു വരുന്നുണ്ട്. അതേസമയം പരമ്പരാഗത തൊഴിൽ മേഖലകളിലുള്ളവർക്കും കരകൗശല നിർമ്മാണ തൊഴിലാളികൾക്കുമുള്ള ക്ഷേമ പദ്ധതികളൊന്നും തന്നെ ഇവർക്ക് ലഭ്യമാകുന്നില്ലെന്ന ആക്ഷേപവും നിലവിലുണ്ട്. കുറേ ആളുകൾ ഇരുമ്പ് പണി ഉണ്ടായിരുന്ന ഇരുമ്പും ഇപ്പോൾ കമ്പനിയിൽ നിന്ന് അടിച്ചു വന്നതുകൊണ്ട് അതും പണിയില്ലാതെയായി. അത് കുറേ പേര് വർക്ക്ഷോപ്പിൻ്റെ പണിയൊക്കെ ആയിട്ട് തിരിഞ്ഞുകൊണ്ട് അങ്ങനെ പോയി. പിന്നെ മരപ്പണിക്കാർക്കാണെങ്കിലും ഇപ്പോൾ മെഷീനിൻ്റെ പണി വന്നപ്പോൾ അതും ഇല്ലാതെയായല്ലോ. അതുപോലെ ഞങ്ങളെ 5 ഗോത്രക്കാരും തൊഴിലിൽ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്നവരാണ്. ആധുനിക സാങ്കേതിക വിദ്യയുടെ കടന്നുകയറ്റം ഇവരുടെ ഉപജീവന മാർഗത്തെ ബാധിച്ചെങ്കിലും പരമ്പരാഗത തൊഴിൽ മേഖല നിലനിർത്തുന്നത് വിശ്വാസഭാഗമായി കാണുന്ന ഇവർ ഈ രംഗത്ത് പുതിയ പരീക്ഷണങ്ങൾക്ക് തയ്യാറെടുക്കുകയാണ്. കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി. പക്ഷേ കാര്യങ്ങൾ അത്ര നിസ്സാരമല്ല. അതിനേക്കാളേറെ പ്രതിസന്ധിയിലാണ് ഈ പരമ്പരാഗത തൊഴിൽ മേഖലയിലുള്ളവരും. ക്യാമറാമാൻ നിസാറിനൊപ്പം സിജോ വർഗീസ്, ജീവൻ ന്യൂസ്.